Hello friends, welcome to our channel. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന രണ്ട് ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ റിവാർഡ് പോയിന്റ്സിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ന്യൂസുകളാണ്. അതായത് നമ്മുടെ ICICI ബാങ്കിന്റെയും അതുപോലെ തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെയും റിവാർഡ് പോയിന്റ് റിഡംഷനും അതുപോലെ തന്നെ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ന്യൂസുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ICICI ബാങ്ക് ക്രെഡിറ്റ് കാർഡും അതുപോലെ തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കും. അപ്പോൾ വീഡിയോ ഫുൾ കാണാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ ടെക്കിലും അതുപോലെ തന്നെ ഫിനാൻസിലും എക്സ്പീരിയൻസുമാണ്, ക്വാളിഫൈഡ് ആണ്. ഞാൻ എക്സ്ട്രാ സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ നമ്മുടെ പേജിൽ തന്നെ, അല്ല നമ്മുടെ യൂട്യൂബിൽ തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലേക്ക് പോകട്ടെ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ റിവാർഡിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയാം. അതായത് കുറച്ച് ചേഞ്ചസുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് അറിയിക്കും, നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ റിവാർഡ് പോയിന്റ് റിഡീം ചെയ്യുമ്പോൾ നമുക്കതുമേ നോർമലി റിഡക്ഷൻ ചാർജുള്ള സാധനം വരാറുണ്ട്. അപ്പോൾ ഇത്രയും കാലം ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 100 രൂപ പ്ലസ് GST ആയിരുന്നു. അതിപ്പോൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, 149 രൂപ പ്ലസ് GST ആക്കിയിട്ടുണ്ട് കേട്ടോ. അതാണ് മെയിനായിട്ട് വന്നിരിക്കുന്ന ഫസ്റ്റ് ചേഞ്ചസ് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ റിവാർഡ് റിഡംഷൻ പ്രോഗ്രാമിൽ. 149 രൂപ പ്ലസ് GST ആക്കിയിട്ട് ഇപ്പോൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വന്നിരിക്കുന്നത് പറയുന്നത് ഡിസ്കണ്ടിന്യൂഷൻ ഓഫ് റിവാർഡ് പോയിന്റ് ആൻഡ് ഫ്രാക്ഷണൽ സ്പെൻഡിങ്. അതായത് ഫ്രാക്ഷണൽ സ്പെൻഡിങ് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന റിവാർഡ് പോയിന്റ് ഇപ്പോൾ ഡിസ്കണ്ടിന്യൂ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് കസ്റ്റമർ ക്യാൻ റിഡീം ഓൺലി അപ് ടു 50% ഓഫ് ദ ടോട്ടൽ റിവാർഡ് പോയിന്റ് ബാലൻസ് ഫോർ ക്യാഷ് ക്രെഡിറ്റ് റിഡംഷൻ. അതായത് ഇനി 50% അപ് ടു 50% വരെ നമുക്ക് ഇനി ക്യാഷ് ആയിട്ട് റിഡീം ചെയ്യാൻ പറ്റുള്ള പോയിന്റ് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മുടെ വൺ കാർഡിലും ഇതിലൊക്കെ ഇല്ലേ, നമുക്ക് പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ പരിപാടി ആ സാധനം ഈ 50% അത് വരെ പറ്റുള്ളൂ. പിന്നെ വന്നിരിക്കുന്നത് റോൾ ബാക്ക് ഓഫ് റിവാർഡ് പോയിന്റ് ഫോർ ഡിലിക്വന്റ് കസ്റ്റമേഴ്സും സംഭവം വന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിൽ വന്നിരിക്കുന്ന ചേഞ്ചസ്. ഇനി ICICI ബാങ്കിൻ്റെ വന്നിരിക്കുന്നത് പറഞ്ഞാൽ അവരൊരു പോർട്ടൽ, അതായത് നമുക്ക് അറിയായിരിക്കും മിക്ക എല്ലാ ക്രെഡിറ്റ് കാർഡിലും നമ്മൾ നമ്മുടെ റിവാർഡ് പോയിന്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു വെബ്സൈറ്റ് ആയിരിക്കും. പോർട്ടൽ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഒരു വെബ്സൈറ്റ് ആയിരിക്കും. ICICI ബാങ്ക് അതിൻ്റെ ഒരു പുതിയ പോർട്ടൽ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരെന്ന് വെച്ചാൽ നമ്മുടെ iShop Rewards 360 എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ് ഇപ്പോൾ നമ്മുടെ ICICI ബാങ്ക് ഇറക്കിക്കുന്നത്. അപ്പോൾ അതിൽ കൂടെയാണ് നമുക്ക് ഇനി ഇപ്പോൾ നമ്മുടെ റിവാർഡ് പോയിന്റ് സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാനും വൗച്ചേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനും അങ്ങനത്തെ സംഭവത്തിനൊക്കെ പറ്റിയാട്ടാ. ഇത് ആക്ച്വലി ഓൾമോസ്റ്റ് സിമിലർ ടു HDFC ബാങ്കിൻ്റെ സ്മാർട്ട് ബൈയും അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിൻ്റെ ഗ്രാബ് ഡീലൊക്കെ ഇല്ലേ, അതിൻ്റെ രണ്ടുപേരുടെയും നിങ്ങൾ അത് ഉപയോഗിച്ചണമെന്ന് അറിയില്ല. അതിൽ ആക്ച്വലി കുറേ ഡീൽസുകളും അതുപോലെ തന്നെ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള അങ്ങനത്തെ ഒരു സംഭവമാണ്, വെബ്സൈറ്റാണ്. അതേമാതിരി ആയിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ICICI ബാങ്ക് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ റിവാർഡ് സ്ട്രക്ചർ ഞാൻ പറഞ്ഞുതരാം. ഫ്ലൈറ്റ് കാറ്റഗറി ആകുമ്പോൾ നമുക്ക് അപ് ടു 18% വിത്ത് 6x റിവാർഡ് പോയിന്റ് കിട്ടുന്നുണ്ട്. 4% ക്യാഷ് ബാക്ക് കോബ്രയുടെ ക്രെഡിറ്റ് കാർഡിൽ. നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ 3% മൈ ക്യാഷും കിട്ടും നമുക്ക്. ഐ ക്യാഷ് പറയുന്ന ഒരു റിവാർഡ് പോയിന്റ് ആണ് കേട്ടോ. ഹോട്ടൽ ബുക്കിങ്ങും അതുപോലെ തന്നെ ഷോപ്പിംഗ് വോച്ചറൊക്കെ ആണെങ്കിൽ ഹോട്ടലാണെങ്കിൽ 36% വിത്ത് 12x റിവാർഡ് പോയിന്റ്. നിങ്ങൾക്ക് ഫ്ലാറ്റ് 6% മൈ ക്യാഷ് തിരിച്ചു കിട്ടും. അതുപോലെ തന്നെ ഷോപ്പിംഗ് വോച്ചേഴ്സ് ആണെങ്കിൽ അപ് ടു 18% വിത്ത് 6x റിവാർഡ് പോയിന്റ്. നെറ്റ് ബാങ്കിങ് ആകുമ്പോൾ നമുക്ക് വേറെ സെപ്പറേറ്റ് ഇതുവരെയായിട്ട് അതിന് ഐ ക്യാഷും സംഭവം എന്താ പറയുക അനൗൺസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ICICI ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് iShopൽ കൂടെ നിങ്ങൾ എന്താ പറയുക ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു റേറ്റ് ഉണ്ട്. ICICIയുടെ കുറേ കാർഡുകൾക്ക് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ICICI ബാങ്കിൻ്റെ എമറാൾഡ് പ്രൈവറ്റ് മെറ്റൽ ക്രെഡിറ്റ് കാർഡൊക്കെ ആണെങ്കിൽ നമുക്ക് കാർഡ് ബേസ്ഡ് റിവാർഡ് റേറ്റ് എന്ന് പറയുന്നത് 3%. അതുപോലെ തന്നെ റിവാർഡ് റേറ്റ് ഓൺ ഫ്ലൈറ്റ് ബുക്കിംഗ് 18%. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 18%. റിവാർഡ് റേറ്റ് ഓൺ ഹോട്ടൽ ബുക്കിംഗ് 36%. റിവാർഡ് റേറ്റ് ഓൺ ഗിഫ്റ്റ് വോച്ചേഴ്സ് 18%. പിന്നെ ICICI ബാങ്കിൻ്റെ ടൈംസ് ബ്ലാക്ക് ക്രെഡിറ്റ് കാർഡ് ആകുമ്പോൾ നമുക്ക് ഫ്ലൈറ്റ് ബുക്കിംഗ് 12%, ഹോട്ടൽ ബുക്കിംഗ് 24%, ഗിഫ്റ്റ് വോച്ചേഴ്സ് ആണെങ്കിൽ 12%. എല്ലാ ICICI ബാങ്കിൻ്റെ കോബ്രൻ്റെ ക്രെഡിറ്റ് കാർഡ് ആകുമ്പോൾ നമുക്ക് ഫ്ലൈറ്റ് ബുക്കിങ്ങിന് 4%, എല്ലാത്തിനും 4%. ഫ്ലൈറ്റ് ബുക്കിംഗ്, ഹോട്ടൽ, ഗിഫ്റ്റ് വോച്ചേഴ്സ്. അപ്പോൾ നമ്മുടെ Amazon ICICI കാർഡൊക്കെ ഇല്ലേ, അതൊക്കെ ഈ കാറ്റഗറിയിൽ പെടും കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൻ്റെ ക്യാപ്പിംഗ് ഉണ്ട്. ICICI ബാങ്കിൻ്റെ എമറാൾഡ് പ്രൈവറ്റ് മെറ്റൽ ക്രെഡിറ്റ് കാർഡാണെങ്കിൽ മാക്സിമം ക്യാപ്പിംഗ് 18,000 പോയിന്റ്സ് വരുന്നത്. ICICI ബാങ്കിൻ്റെ ടൈംസ് ബ്ലാക്ക് ക്രെഡിറ്റ് കാർഡ് 12,000 പോയിന്റ്സ്. എമറാൾഡ് ആകുമ്പോഴും 12,000 പോയിന്റ്സ്. പിന്നെ ICICI ബാങ്കിൻ്റെ അതർ ക്രെഡിറ്റ് കാർഡ് ആകുമ്പോൾ 9,000 പോയിന്റ്സ് ആണ് മാക്സിമം ക്യാപ്പിംഗ് വന്നത്. കോബ്രൻ്റെ കാർഡ് ആകുമ്പോൾ 1,100 മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് നമ്മുടെ Amazon ICICI കാർഡൊക്കെ. അപ്പോൾ ഇതിൻ്റെ ലോഗിൻ പേജ് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. iShop എന്ന പേര്. നമുക്ക് നെറ്റ് ബാങ്കിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ നമ്മളിപ്പോൾ ലോഗിൻ ചെയ്യാൻ നോക്കില്ല ICICI ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി നെറ്റ് ബാങ്കിങ്ങിൽ കയറിയിട്ട് ലോഗിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവരുടെ ഈ പുതിയ എന്താ പറയുക ഈ ICICI ബാങ്കിൻ്റെ റിവാർഡ് റേറ്റിൻ്റെ iShop എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് വെബ്സൈറ്റിലേക്ക് കടക്കാൻ പറ്റും കേട്ടോ. അതൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ HDFC ബാങ്കിൻ്റെ സ്മാർട്ട് ബൈ ആയിട്ടും അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിൻ്റെ ഗ്രാബ് ഡീലൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ICICI ബാങ്കിൻ്റെ റിവാർഡ് റേറ്റിൻ്റെ റിവാർഡിൻ്റെ വെബ്സൈറ്റൊക്കെ കുറച്ച് ഷോക്കായിരുന്നു. അതിപ്പോൾ എന്തായാലും അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു നല്ല ന്യൂസാണ്. അപ്പോൾ നമ്മുടെ ICICI ബാങ്കിൻ്റെയും അതുപോലെ തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെയും റിവാർഡിൻ്റെ
ക്രെഡിറ്റ് കാർഡുകളുടെ റിവാർഡിൻ്റെ റിഡംഷനും അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റിന് സംബന്ധമായിട്ടുള്ള ന്യൂസുകളാണ് നമ്മളിപ്പോൾ കേട്ട രണ്ടെണ്ണം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ GHG പോലും കാണുന്നതിൽ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, പേജ് ഫോളോ അടിച്ചാൽ മതി. അടുത്ത വീഡിയോ കാണാം.